ഓക്കെ, സോ ഹാവ് എവരിവൺ, വെൽക്കം ടു ഈസിറ്റ് ബി അക്കാഡമി. ഈസിറ്റ് ബി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളിൽ പലരും ഈ പറയുന്ന SSC എക്സാമിനേഷൻസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്. കാരണം ഈ പറയുന്ന മുൻ വർഷങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2025 SSCയുടെ CHSLന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്ന സമയങ്ങളിൽ ഏകദേശം 3931 വരുന്ന വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണം എന്താണ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഓക്കെ, കൂടിയിട്ടുണ്ടെന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഏകദേശം 3500 അടുപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, 3533 വരുന്ന വേക്കൻസി എന്തുകൊണ്ട് ഈ പറയുന്ന ഉയർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതെല്ലാം എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് പുതുതായിട്ട് ഈ പറയുന്ന ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം. പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് നോക്കുകയാണെങ്കിൽ 72, അതേപോലെ തന്നെ ഹോം അഫയേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 316, സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് 33, ഡിഫൻസിലേക്ക് 295, കമ്മ്യൂണിക്കേഷനിലേക്ക് 62, മൈൻസിലേക്ക് 18, അതേപോലെ തന്നെ പബ്ലിക് ആൻഡ് ഫുഡ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് 3, ഷെഡ്യൂൾഡ് ട്രൈബിലേക്ക് 4, ഹോം അഫയേഴ്സിലേക്ക് 1, കമ്മ്യൂണിക്കേഷനിലേക്ക് 29, മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിലേക്ക് 15, മിനിസ്റ്റർ ഓഫ് പബ്ലിക് ഗ്രീവിയൻസസ് ആൻഡ് പെൻഷനിലേക്ക് 143, അതേപോലെ തന്നെ ഈ പറയുന്ന ഹോം അഫയേഴ്സിലേക്കും നീതി ആയോഗിലേക്ക് 2, ഹോം അഫയേഴ്സിലേക്ക് 24, പ്രധാനമായിട്ട് NIA കേട്ടോ. അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലേക്ക് 8, അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് BROയിലേക്ക് 392, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് 7, അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ECI അല്ലെ, ECI എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് 28, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനിലേക്ക് ഏകദേശം 57, മിനിസ്ട്രി ഓഫ് ഫിനാൻസിലേക്ക് 233, അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലേക്ക് 12, അതീ പറഞ്ഞ DGAQA പറയുന്ന എയറോനോട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസിലേക്കാണ്, മിനിസ്ട്രി ഓഫ് ടൂറിസത്തിലേക്ക് 20, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡിലേക്ക് 11, മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ഈ പറയുന്ന ഡയറക്ടറേറ്റ് പബ്ലിക് റിലേഷൻസിലേക്ക് 5, മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിലേക്ക് 29, മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷനിലേക്ക് 14, മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗിലേക്ക് 5, അതേപോലെ തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ CVCയിലേക്ക് ഏകദേശം 2, അതേപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് കൺട്രോൾ ജനറൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ട്സിലേക്ക് 62, മിനിസ്റ്റർ ഓഫ് ഫൈനാൻസിലേക്ക് 33, മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, മിനിസ്റ്ററി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിലേക്ക് 361, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിലേക്ക് 100, മിനിസ്ട്രി ഓഫ് ലേബർ എംപ്ലോയ്മെന്റിലേക്ക് 94, മിനിസ്ട്രി ഓഫ് ജൽശക്തിയിലേക്ക് 48, അതേപോലെ ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ CGDAയിലേക്ക് നോക്കുകയാണെങ്കിൽ 321, ഡിഫൻസിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കൂടെ കിടക്കുന്നുണ്ട്, അതിനകത്ത് ഏകദേശം ഒരു 13, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് നോക്കുകയാണെങ്കിൽ 23, അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഫിഷറീസിലേക്ക് നോക്കുകയാണെങ്കിൽ 6, മിനിസ്ട്രി ഓഫ് കൾച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ 39, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് 41, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് സെൻട്രൽ ട്രാൻസ്ലേഷൻ ബ്യൂറോയിലേക്ക് 5, മിനിസ്റ്റർ ഡിഫൻസിൽ ഈ പറയുന്ന ആർമഡ് ഫോഴ്സസ് ഹെഡ് ക്വാർട്ടറിലേക്ക് 196, മിനിസ്റ്റർ പവറിലേക്ക് നോക്കുകയാണെങ്കിൽ 12, പേഴ്സണൽ ഗ്രീവിയൻസിലേക്ക് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈ LBSNA IAS പഠിപ്പിക്കുന്ന അക്കാഡമി ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്തിലേക്ക് 13, ഹോം ഓഫീസിലേക്ക് നോക്കുകയാണെങ്കിൽ രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യയിലേക്ക് 37, ഹോം ഓഫീസിൽ നോക്കുകയാണെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിലേക്ക് 5, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 31, ടെക്സ്റ്റൈലിലേക്ക് 6, ഹോം ഓഫീസിലേക്ക് 13, അതേപോലെ തന്നെ ഷിപ്പിംഗ് വാട്ടർവേസിലേക്ക് 13, ആനിമൽ ഹസ്ബൻഡറിയിലേക്ക് നോക്കുകയാണെങ്കിൽ 14, കൾച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ 70, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഫാമിലി വെൽഫെയറിലേക്ക് നോക്കുകയാണെങ്കിൽ 89, മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവിയൻസസ് ആൻഡ് പെൻഷനിലേക്ക് നോക്കിയാൽ SSCയിലേക്ക് 13, മിനിസ്റ്റർ ഓഫ് ഫൈനാൻസിലേക്ക് നോക്കുകയാണെങ്കിൽ 23, അതേ മിനിസ്റ്റർ ഓഫ് കൾച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ 1 എന്നിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് വേക്കൻസി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് തൊട്ട് മുമ്പ് ഒരു പറയുന്ന രീതിയിൽ വേക്കൻസി തന്ന സമയങ്ങളിൽ ഏകദേശം 3131 വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്നാൽ പുതുക്കിയ ഒരു വേക്കൻസി റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഏകദേശം 3522 എന്ത് ചെയ്യുന്നുണ്ട് വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് തൊട്ട് മുമ്പ് തന്നിട്ടുണ്ടായിരുന്ന വേക്കൻസിയേക്കാളും വലിയൊരു വർധന നമുക്ക് എന്ത് ചെയ്യാൻ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇവരുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാണും. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ് ഒരുപാട് സന്തോഷമുള്ള ഒരു വാർത്തയും കൂടിയാണ് ഇതെന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ SSC പരീക്ഷ നടത്തുന്ന സമയങ്ങളിൽ ഏകദേശം വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് പൊതുവെ അവരെന്ത് ചെയ്യുന്നത് തയ്യാറാക്കി നമ്മുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരാറുള്ളത്. എന്നാൽ സമയങ്ങൾ പിന്നെ വരുന്ന സമയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വേക്കൻസികൾ ഈ പറയുന്ന കൂടുകയും കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പൊതുവായിട്ട് ഈ പറയുന്ന രീതിയിൽ പൊതുവെയുള്ള SSC എക്സാമിനേഷൻസ് എല്ലാം തന്നെ ആദ്യം വരുന്ന വേക്കൻസിയേക്കാൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന രീതിയിൽ പിന്നെ ഒരു നോട്ടീസ് ഒക്കെ നൽകിയ ശേഷം ഇച്ചിരി കൂടെ വേക്കൻസികൾ ഈ പറയുന്ന രീതിയിൽ 10, 100, 200 വേക്കൻസികളൊക്കെ എന്ത് ചെയ്യുന്നു കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് വരാറുണ്ട്. ഈ പറയുന്ന രീതിയിൽ GDയുടെ കാര്യമായാലും ഈ പറയുന്ന രീതിയിൽ CHSLന്റെ കാര്യമായാലും അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ മറ്റ് എക്സാമിനേഷൻസിന്റെ കാര്യമായാലും എന്ത് ചെയ്യും നമ്മളത് കണ്ടുവരാറുള്ള ഒരു രീതി തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ CHS എക്സാമിനേഷനൊക്കെ
വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് മുന്നോട്ടേ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഈ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന സമയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയം കൂടിയാണ്. കാരണം ഈ പറയുന്ന MTSന്റെയും അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ മറ്റ് എക്സാമിനേഷൻസിലേക്ക് എന്താണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് ഇനി അടുത്ത വർഷത്തേക്കൊക്കെ ഉള്ളത് എന്താണ് ഇനി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്നുള്ളതാണ് അല്ലെ. അപ്പോൾ അതേപോലെ തന്നെ ഇനി പ്രധാനപ്പെട്ട എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSCയുടെ CGL എക്സാമിനേഷൻ ആണ്. ഇപ്പോൾ ഓഗസ്റ്റ് കഴിയുന്നതോട് കൂടി തന്നെ എന്ത് ചെയ്യും, നമുക്ക് അതും പ്രതീക്ഷിക്കാം അല്ലെ. അപ്പോൾ ഈ പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ടേ കൊണ്ടുപോവുക. വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. കാരണം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്കൊരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ എന്തെങ്കിലും കഷ്ടപ്പെടണം. ഈ പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യും, മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും വേണം. ഇനി നിങ്ങൾ ഈ പറയുന്ന പരീക്ഷകളിലേക്കൊക്കെ ആദ്യമായിട്ടാണ് കടന്നു വരുന്ന ഒരാളാണെങ്കിൽ, അപ്പോൾ ഈ പറയുന്ന SSCയിലേക്ക് അതേപോലെ ഈ പറയുന്ന രീതിയിൽ CGL പോലെ പരീക്ഷകളിലേക്ക് ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് പരീക്ഷ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് പഠിച്ചു പോകണമെന്ന് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതി SSCക്കൊക്കെ വേണ്ടിയിട്ട് SSC CGL ആകട്ടെ മറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ASLB അക്കാഡമി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സുകളൊക്കെ ഓൾറെഡി പ്രൊവൈഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്തതിനു ശേഷം ഈ പറയുന്ന ഫൗണ്ടേഷൻ മുതൽ എന്ത് ചെയ്യാൻ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന കോഴ്സുകൾ, അത് എങ്ങനെയാണ് പഠിച്ചു വരേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ പരീക്ഷ ക്ലിയർ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തൊട്ട് താഴെയായിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെടുത്തും ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പൊതുവെ ഈ പറയുന്ന ഇത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മളിപ്പോൾ പറയുന്ന എന്താണ് വേക്കൻസിയെ പറ്റി പറയുന്ന സമയങ്ങളിൽ പലപ്പോഴും പറയാറുണ്ട് ഈ പറയുന്ന വേക്കൻസിയിലൊക്കെ ഏറ്റക്കുറച്ചിൽ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ SSC CHSLന്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞാൽ ഉദാഹരണമാണ്. ഈ പറയുന്ന രീതിയിൽ 3131 ഉണ്ടായിരുന്ന വേക്കൻസി എന്തായിട്ട് ഉയർന്നിട്ടുണ്ട്, ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ 3522 എന്ത് ചെയ്യുന്നുണ്ട്, ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ടേ കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ പൊതുവായിട്ട് ഈ പറയുന്ന ഇനി വരുന്ന SSC ആയിക്കോട്ടെ RRB ആയിക്കോട്ടെ മറ്റ് പരീക്ഷകളിലൊക്കെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻസിലേക്ക് വരുന്ന പുതിയ അപ്ഡേറ്റ് അറിയാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനോടൊപ്പം തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, അതേപോലെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അതേപോലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾ അപ്പോൾ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കരുതുകയാണെങ്കിൽ ഉപകാരപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും താഴെ അറിയിക്കാനും ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.